അനവധി സ്തുതികളാണ് ഉള്ളത്. ഭാഗവതമൊക്കെ പഠിക്കുന്ന ആളുകൾ ആദ്യം തന്നെ സ്തുതികൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതിയാണ് കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്നത്. ആരായി കുന്തിദേവി? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയാണ് കുന്തിദേവി. ആ കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്നു. എന്താ കുന്തിദേവി നമ്മളോട് പറയണത്? നമസ്തേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം. ഭഗവാനെ കണ്ടാൽ ആദ്യം എന്താ ചെയ്യേണ്ടത് എന്ന് മറക്കാൻ പാടില്ല പറയുന്നത്. ഭഗവാനെ കണ്ടാൽ നമ്മൾ ആദ്യം എന്താ വേണ്ടത്? സപ്താഹ മണ്ഡപത്തിലൊക്കെ വരുമ്പോൾ, അമ്പലത്തിലൊക്കെ വരുമ്പോൾ ആദ്യം നമ്മൾ എന്ത് വേണം? ആദ്യം തന്നെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിക്കണം എന്ന് പറയും. നമസ്തേ. നമ്മൾ ചെയ്യാത്തതും അത് തന്നെ. നമ്മൾ നമസ്കരിക്കണത് പോയി തല ഒന്ന് താഴ്ത്തില്ല ആളുകൾ. തല ഒന്ന് താഴ്ത്തി നടക്ക പോലുമില്ല. താണു തന്നെ നടക്കേണം, തല മുട്ടാതിരിക്കുവാൻ. തല മുട്ടാതിരിക്കണം വെച്ചാൽ എന്ത് വേണം? താഴ്ന്നു നടക്കണം എന്ന് പറയും. ക്ഷമയാരോചതേ ലക്ഷ്മി. ക്ഷമ ഉണ്ടാവണം ജീവിതത്തിൽ. തല താഴ്ത്തി ഫലങ്ങളൊക്കെ നമ്മളതാ കാണിച്ചു തരണമല്ലേ. ഒരു മാവിൻ്റെ കൊമ്പിൻ്റെ മോള് കുറേ മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പം മാങ്ങാക്കാലാണല്ലോ അല്ലേ, കുറേ മാങ്ങ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊമ്പ് പൊന്താണോ ചെയ്യുക അതോ കൊമ്പ് താഴെയാണോ ചെയ്യുക? എന്താ ചെയ്യുക? താഴ്ന്നു നിൽക്കും അല്ലേ. ഇങ്ങനെ ഫലന്തി വൃക്ഷങ്ങളിൽ ഫലം ഉണ്ടാകുന്ന സമയത്ത് ആ വൃക്ഷങ്ങളിലെ കൊമ്പൊക്കെ താഴുന്നത് പോലെ എന്ത് വേണം? ഭഗവാൻ അങ്ങനെ കാണുന്ന സമയത്ത് നമസ്കരിക്കാനായിട്ട് സാധിക്കണം. തലയൊന്ന് താഴ്ത്താനായിട്ട് സാധിക്കണം. എന്തുകൊണ്ടാണ് ഈ കൃഷ്ണനെ കാണുമ്പോൾ വീണ്ടും നമസ്കരിക്കണം എന്ന് പറയുന്നത്? ഭഗവാനെ നമസ്കരിക്കുമ്പോഴാണ് ഭഗവാന്റെ പാദങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമസ്കരിക്കുമ്പോഴാണ് ആ പാദം ശരിക്കും കാണും. ചില ഭക്തന്മാർ ഈ ഭഗവാന്റെ മുന്നിൽ നിന്ന് അത്ര പെട്ടെന്ന് മാറിപ്പോവില്ല. അവരെന്ത് ചെയ്യും? ആ കൃഷ്ണനെ തന്നെ ഇങ്ങനെ നോക്കി, ഭഗവാന്റെ മുഖത്തിനെ നോക്കി, ഭഗവാന്റെ ചുണ്ടുകളെ നോക്കി, ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന മൂക്കിനെ നോക്കി, കാതിനെ നോക്കി, ഭഗവാന്റെ കാതിലുള്ള ആഭരണങ്ങളെ നന്നായിട്ട് നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാതിൽ ആടുന്നതായിരിക്കുന്ന ആഭരണങ്ങൾ കണ്ണാടി പോലുള്ള കവിൾത്തടത്തിലാടിക്കളിക്കുന്ന കുടക്കടുക്കൻ. കണ്ണാടി പോലുള്ള കവിൾത്തടത്തില് യശോദാദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കവിൾത്തടത്തിനെ അലങ്കരിച്ചപ്പത് ഒരു കണ്ണാടി പോലെയായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ കവിൾത്തടം ഒരു കണ്ണാടിക്ക് സമാനമായി മാറിയാണ്. ഇപ്പോൾ ഭഗവാൻ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ കാതിലിട്ട ആഭരണം, യശോദാദേവി 2 കാതിൽ ആഭരണങ്ങളെ അണിയിച്ചുള്ളൂ വെച്ചാലും ഇപ്പോൾ ദൂരത്തുനിന്ന് നോക്കുന്ന സമയത്തോ 4 ആഭരണം ഉണ്ടോ തോന്നുന്നത്. കാരണം എന്താണ്? ഭഗവാന്റെ ആ കവിളിലങ്ങനെ ആ ആഭരണം അങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാന്റെ മുന്നിൽ അങ്ങനെ വന്നു നിന്ന് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന പുഞ്ചിരിയെ ശ്രദ്ധിച്ച്, ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ചിരിയെ തന്നെ അങ്ങനെ ശ്രദ്ധിച്ച് അല്ലേ, ഭഗവാന്റെ ആ പീതാംബരപ്പട്ടിനെ നോക്കി, ഭഗവാന്റെ കഴുത്തുള്ളതായിരിക്കുന്ന വരമാല നന്നായിട്ട് ശ്രദ്ധിച്ച്, ഭഗവാന്റെ കൈകളിലുള്ള വളകൾ നന്നായിട്ട് ശ്രദ്ധിച്ച്, ഭഗവാന്റെ കയ്യിൽ അണിഞ്ഞതായിരിക്കുന്ന മോതിരത്തിനെ നന്നായിട്ട് ശ്രദ്ധിച്ച്, പീതാംബരപ്പെട്ട ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന മുട്ടുകൾ, അത് കഴിഞ്ഞ് ഭഗവാന്റെ കണങ്കാലുകൾ, ഭഗവാന്റെ പാദത്തിലുള്ള തിരുനഖങ്ങൾ. എപ്പോഴാണ് ഈ നഖം നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുക? ദൂരത്ത് നിന്ന് നോക്കിയാൽ അത്ര പെട്ടെന്ന് മനസ്സിലാവുക അറിയില്ല. അതിനെന്ത് വേണം? ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണങ്ങടതാ നമസ്കരിക്കുമ്പോൾ അതിൽ നിന്ന് എന്താ കാണാൻ സാധിക്കുക? ഭഗവാന്റെ ആ പാദങ്ങളെ കാണാനായിട്ട് സാധിക്കണം. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവരിഷദ്യുതരകിസലയം നാഥ ഹേ പാദമൂലം. കാമവരിഷദ്യുതരകിസലയം, ഒരു കാമവരിഷം അല്ലെ, കൽപ്പതരു പോലെയാണ് ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറയും. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തരുന്നതായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളെ
യോഗീശ്വരന്മാര് അനവധി കാലം ഭഗവാനെ തന്നെ ധ്യാനിച്ച് 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 കണ്ണും മൂക്കും ഒക്കെ അടച്ച് മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഏതോ പർവ്വതത്തിന്റെ മുകളിൽ കയറി ഇരുന്ന് ഇത്രയൊക്കെ കാലം ധ്യാനിച്ചു കഴിഞ്ഞാലും യോഗീന്ദ്രാണാം തുദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസം. ആ യോഗീശ്വരന്മാർക്ക് പോലും കാണിച്ചു കൊടുക്കാത്തതായ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന പാദങ്ങൾ കാണണോ? എന്ത് ചെയ്താൽ മതി? ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണങ്ങിടുക, നമസ്കരിച്ചാലും മതി. നമസ്കരിക്കുന്ന ഒരാൾക്കാണ് ഭഗവാന്റെ ആ പാദങ്ങൾ ഇതാ കാണാൻ സാധിക്കും. എന്താ ഈ പാദത്തിനൊക്കെ ഇത്രയധികം പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ പലരും വന്ന് ഇങ്ങനെ ഭഗവാനോട് പറയും, ഇത്രയും ഭഗവാനെ ഞങ്ങളുടെ പാദത്തിന് എന്തൊരു മധുര, ഭഗവാനെ എന്തൊരു മധുര, അധരം മധുരം വദനം മധുരം മധുരാധിപതേരഖിലം മധുരം. കൽക്കണ്ടത്തിന് എവിടെയാ കൂടുതൽ മധുരം എന്ന് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഈ പാദത്തിനെ ആശ്രയിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്, എന്താണ് പാദത്തിന് തന്നെയാട്ടോ മധുരം, പാദത്തിന് തന്നെയാട്ടോ മധുരം. ഭഗവാന്റെ ആ പാദത്തിൽ അണിഞ്ഞതായിരിക്കുന്ന പൊഞ്ചിലമ്പുകള് പദഭജനം ശ്രേയ പദഭജനം ശ്രേയ പദഭജനം ശ്രേയ. ശ്രേയസ് വേണോ? ഈ പാദങ്ങളെ ആശ്രയിക്കൂ. ശ്രേയസ് വേണോ? ഈ പാദങ്ങളെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് പറയുന്നതായ പാദസ്ഥലങ്ങൾ. അങ്ങനെ പലരും ഇങ്ങനെ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കണം, അതിന് നല്ല മധുരാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോ ഭഗവാൻ എന്നെ തോന്നി, അത്രയൊക്കെ മധുരമുണ്ടോ എന്നാന്ന് നോക്കിയാൽ ഇത്രയൊക്കെ മധുരം ഉണ്ട് വെച്ചാൽ എന്ത് വേണം? വേറെ ആൾക്കാർക്ക് മധുരാണ് തോന്നുമ്പോൾ എനിക്കൊന്ന് മനസ്സിലാവണ്ടേ എന്ന് വിചാരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഒരു ആലിലയില് ഉണ്ണി കണ്ണനായിട്ട് ഇതാ കടന്നു. ആലോചിച്ച് നോക്കൂ, ആലിലേക്ക് എത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ. ഏറിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിൻ്റെ അത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ അല്ലേ? ആ ആലിലയില് കിടക്കുന്ന ഉണ്ണി അവിടെ വെച്ചാൽ എത്ര ചെറിയ ഉണ്ണിയായിരിക്കണം അല്ലേ? ആ ഭഗവാന്റെ ആ ചെറിയ രൂപത്തിന് എന്തൊരു മധുര അറിയില്ലേ? ഭഗവാന്റെ ആ ബാലസ്വരൂപത്തിന് ഉള്ളതായിരിക്കുന്ന മധുരം. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ എങ്ങനെ തൻ്റെ കുഞ്ഞി കൈകളെ കൊണ്ട് കുഞ്ഞി പാദം പിടിച്ച് മെല്ലെ മെല്ലെ എങ്ങനെ, ചെറിയ കുട്ടികളൊക്കെ കാണിക്കണത് കണ്ടില്ലേ? അവനെങ്ങനെ മലന്ന് കിടക്കുമ്പോൾ കുഞ്ഞി കൈകളെ കൊണ്ട് കുഞ്ഞി പാദം പിടിച്ച് മെല്ലെ മെല്ലെ എങ്ങനെ കൊണ്ടുവരിക ഭഗവാൻ. തൻ്റെ പാദത്തിനെ മധുരമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ചുണ്ടൻ്റെ അടുത്തങ്ങോട്ട് എത്തുമ്പോൾ ഭഗവാൻ കൈ അങ്ങോട്ട് കൊടുക്കാം. പിന്നെ രണ്ടാമതും തുടങ്ങും അല്ലേ? ആ പാദത്തിനെ പിടിച്ച് ഭഗവാൻ തന്റെ ചുണ്ടന്റെ അടുത്തേക്ക് ഇതാ കൊണ്ടുവരുന്നു. പദഭജനം ശ്രേയ അതാണ് വീണ. ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ കണ്ട് നമസ്കരിക്കുമ്പോൾ ഭഗവാന്റെ പാദങ്ങളെ ഈ കണ്ണുകൊണ്ട് നേരിട്ടതാ കാണാനായിട്ടതാ സാധിക്കുന്നു. പാദങ്ങൾ കാണുന്നതിൻ്റെ മുന്നേ തന്നെ പാദത്തിൻ്റെ മുന്നിലുള്ളതായിരിക്കുന്ന തിരുനഖങ്ങളും ഭഗവാന്റെ ആ നഖത്തിനൊക്കെ അല്ലെ എത്രയൊക്കെ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നഖം പോലെയല്ല ഭഗവാന്റെ തിരുനഖങ്ങൾ. ഭഗവാന്റെ തിരുനഖം എന്ന് പറഞ്ഞാൽ ആരാ അവിടെ ആ നഖമായിട്ടിരിക്കണത്? യശോദാദേവി ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് കൃഷ്ണനെ അങ്ങനെ കടത്തി ഉറങ്ങുമ്പോൾ ഒരിക്കല് ഭഗവാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ആകാശത്ത് ഇടയ്ക്ക് ഇങ്ങനെ വലിയ പപ്പടത്തിൻ്റെ അത്ര വലിപ്പമുള്ള ഗുരുവായൂർ പപ്പടത്തിൻ്റെ ഒക്കെ അത്ര വലിപ്പമുള്ള ചന്ദ്രൻ ഇടയ്ക്ക് വരാറില്ല. ഞാൻ അതുവരെ കണ്ടില്ല കേട്ടോ അമ്മയെ ചന്ദ്രന്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ചന്ദ്രൻ ആകാശത്ത് വരുമ്പോൾ എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ യശോദ പറഞ്ഞു, കൃഷ്ണ ഒന്നും ഇങ്ങനെ ചന്ദ്രൻ ആകാശത്ത് ഇതാ വരില്ല. ആകാശത്ത് എത്രയും വലിപ്പമുള്ള ചന്ദ്രൻ വരണമെച്ചാൽ എന്ത് വേണം? പൗർണമി വരണം. നല്ല നിലാവ് ഉള്ളതായിരിക്കുന്ന സമയത്ത് മാത്രമേ ചന്ദ്രൻ വരുള്ളൂ കേട്ടോ. എന്തിനു പറയുന്നു? ആ പൗർണമീൻ്റെ അന്നും യശോദാദേവി കൃഷ്ണനെ കഥയൊക്കെ പറഞ്ഞ് കൊടുത്ത് കടത്തിയതാ ഉറക്കി. അപ്പോഴാണ് യശോദ ആലോചിച്ചത്, അല്ല ഇന്നല്ലേ പൗർണമി, അല്ലെ കൃഷ്ണനെ ഇതാ ചന്ദ്രനെ കാണണമെന്ന് പറഞ്ഞ ദിവസം നിലവെല്ലെ യശോദാദേവി കൃഷ്ണനെ വിളിച്ചതാ ഉണർത്തി. ഭഗവാന്റെ കൈയൊക്കെ പിടിച്ച് ഭഗവാനെ ഉണരാത്ര ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞു ചന്ദ്രനെ കാണണ്ടേ ചോദിച്ചപ്പോൾ വേഗം എഴുന്നേറ്റു ഭഗവാൻ. അങ്ങനെ അതാ ഉണ്ണിക്കണ്ണനെ എഴുന്നേറ്റ് യശോദാദേവി കൃഷ്ണന്റെ കൈയൊക്കെ പിടിച്ച് കൊട്ടാരത്തു നിന്ന് പുറത്തേക്ക് മെല്ലെ ഇങ്ങനെ അമ്പാടിയിൽ നിന്ന് പുറത്തേക്ക് ഇതാ കൊണ്ടുവരുമ്പോൾ നമ്മളെന്നെ കാണാറുണ്ടല്ലോ, ഇന്ന് കണ്ടല്ലോ ഇത് വിഷുവിൻ്റെ അന്ന് ചെറിയ കുട്ടികളെയൊക്കെ അമ്മമാരിങ്ങനെ കണി കാണാൻ വേണ്ടി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നത് പോലെ യശോദാദേവി ഇതാ കൃഷ്ണന്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് അങ്ങനെ അതാ കൊണ്ടുവന്ന് ആകാശത്തിലുള്ള ആ വലിയ ചന്ദ്രനെ കാണിച്ചു കൊടുത്തു. കൃഷ്ണ കണ്ടു, നീയല്ലേ പറഞ്ഞത് ചന്ദ്രനെ കാണണം എന്നുള്ളത്. ചന്ദ്രനെ കാണാനായിട്ട് ഭഗവാൻ ചന്ദ്രന്റെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയ സമയത്ത് ചന്ദ്രൻ ഈ ഭഗവാന്റെ സൗന്ദര്യം കണ്ട് സഹിച്ചില്ല അത്രേ.
ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന പുഞ്ചിരി ചന്ദ്രനെ കണ്ടപ്പോൾ തന്നെ കൃഷ്ണൻ ഒന്ന് ചിരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ചിരി കണ്ടപ്പോൾ മറന്നോത്രേ ചന്ദ്രൻ വിചാരിച്ചു, ഞാൻ എന്തിനാ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഈ ഉണ്ണിക്കണ്ണനെ ആശ്രയിക്കല്ലേ വേണ്ടത്, ഭഗവാനെ ആശ്രയിക്കല്ലേ വേണ്ടത് എന്നുള്ള ഭാവത്തോടു കൂടി ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന പുഞ്ചിരി കണ്ടതോട് കൂടിയിട്ട് ആകാശത്തുള്ള ചന്ദ്രൻ താഴത്തേക്ക് അങ്ങോട്ട് വീണു എന്ന് മാത്രമല്ല 10 കഷ്ണമായിട്ട് മാറിയത്രേ. ചന്ദ്രൻ വിചാരിച്ചു, ഇനിയിപ്പോൾ എങ്ങോട്ടാ പോവുക ഭഗവാനെ? ആകാശത്തേക്ക് എന്തായാലും ഇല്ല കേട്ടോ. ആകാശത്തേക്ക് പോയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അവിടെ പോയിട്ട് ഇനിയിപ്പോൾ എവിടെയാ ഇരിക്കുക എന്നുള്ളത് ആലോചിച്ച് ഈ 10 കഷ്ണമായിരിക്കുന്ന ചന്ദ്രൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഭഗവാന്റെ ആ അതിമനോഹരമായിരിക്കുന്ന പാദത്തിൽ ആ തിരുനഖത്തിലാണ് ആ ചന്ദ്രൻ എന്താ വന്നിരിക്കുന്നത്. എന്തിനാ ആ തിരുനഖത്തിൽ ഭഗവാൻ ആ ചന്ദ്രൻ എന്താ വന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണോ തൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നത് അവരുടെ ആ ശിരസിലേക്ക് ചന്ദ്രകിരണങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ്. നിരസ്തതാപേ, ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന ആളുകളുടെ എല്ലാവിധ താപത്തിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ചന്ദ്രൻ ഭഗവാന്റെ ആ പാദത്തിലെ തിരുനഖത്തിലതാ വന്നിരിക്കണു. നഖമണി ചന്ദ്രികയാ നിരസ്തതാപേ, നഖമണി ചന്ദ്രികയാ. ഭഗവാന്റെ പാദത്തിന്റെ മുന്നിലുള്ള തിരുനഖത്തിൽ നിന്നും വരുന്ന ചന്ദ്രകിരണങ്ങൾ ആരുടെ ശിരസിലാണോ എത്തിച്ചേരുന്നത് അവർക്ക് പിന്നീട് ജീവിതത്തിൽ താപം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. ദുഃഖമില്ലാതായിട്ട് തീരണോ? കൃഷ്ണനെ കാണുമ്പോൾ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. എത്രയൊക്കെ പ്രയാസം ഉണ്ടോ നമസ്കരിക്കാൻ ആലോചിച്ചു നോക്കൂ അല്ലേ? ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമസ്കരിക്കുന്നതോടുകൂടി അൽപീയസി കാമവരുഷം, അൽപീയസി കാമവരുഷം എന്ന് പറയും. നമ്മൾ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാവും ചിലപ്പോൾ ചെയ്യാം അല്ലെ, എന്തെങ്കിലും ചെറുത് ഇങ്ങനെ ചെയ്യാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് തന്നെ ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടുന്നതായിരിക്കുന്ന അനുഗ്രഹം കാമവരുഷം. ആ ഭഗവാന്റെ അനുഗ്രഹം അത് എത്രയാണോ എന്നുള്ളത് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതിനെ നമുക്കിതാ ചിലപ്പോൾ ചിന്തിക്കാൻ പോലും സാധിച്ചു എന്നിതാവില്ല. ഓരോ നിമിഷങ്ങളും ഭഗവാൻ നമ്മളിങ്ങനെ അനുഗ്രഹിച്ച് 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 നമ്മൾ അറിയണില്ല ഭഗവാന്റെ അനുഗ്രഹം എന്താണ് എന്നുള്ളത്. നമ്മളത് അറിയണില്ല. അതിനെന്തേ നമ്മൾ ചെയ്യണുള്ളൂ? കൃഷ്ണനെ കാണുമ്പോൾ ഒന്ന് വീണതാ നമസ്കരിക്കണു. നഖമണി ചന്ദ്രികയാ നഖാരുണമണിശ്രയണം നിദധ്യോ, നഖാരുണമണിശ്രയണം. കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചല്ലോ ഭഗവാന്റെ ആ തിരുനഖത്തിന്റെ പ്രാധാന്യം. ആ നഖത്തിൽ നിന്നും വരുന്നതായിരിക്കുന്ന അരുണിമ അല്ലെ, എന്തെന്നില്ലാത്തതായ ചന്ദ്രന്റെ പ്രകാശം, ആ അരുണിമ നമ്മളുടെ ആ ശിരസിലതാ എത്തിച്ചേരുന്നതോടുകൂടി എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് താദ്യം. അതുകൊണ്ടാണ് കൃഷ്ണനെ കാണുമ്പോൾ വീണതാ നമസ്കരിക്കണം നമസ്കരിക്കണം നമസ്കരിക്കണം. അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ വേണ്ടത്? നമസ്കരിക്കുകയാണ് ഇതാ വേണ്ടത്. ആ ചില ആൾക്കാർ നമസ്കരിക്കില്ല എന്ന് മാത്രമല്ല തലയൊന്ന് താഴ്ത്ത പോലും ചെയ്യില്ല. ചില ആൾക്കാരൊക്കെ അമ്പലത്തിൽ നടക്കുന്നത് കാണില്ലേ? എൻ്റെ ഭഗവാന് എങ്ങനെയൊക്കെ മേലോട്ട് നോക്കി നടക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ നടന്ന് ഒരാൾ ഒരു കല്ല് തട്ടി വീണു. കല്ല് തട്ടി വീണപ്പോൾ അയാൾക്ക് വേദനയായിട്ട് വയ്യ. അവിടെയുള്ള കമ്മിറ്റിക്കാരൊക്കെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ചോദിച്ചു, ഈ കല്ലൊക്കെ അവിടെ ഇവിടെയാ കൊണ്ടിട്ട് ഇതൊരു ഭാഗത്ത് കൂട്ടിയിട്ടൂടെ ചോദിച്ചു. അത്ര ആലോചിച്ച് നോക്കുക, അമ്പലത്തിലുള്ള ബലിക്കല്ലൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടാണല്ലോ. അതായത് ഇയാൾക്ക് വിവരമില്ല വിചാരിച്ചിട്ടുണ്ട്. അയാൾക്ക് ഇതിനെപ്പറ്റി, അയാൾക്ക് ഈ അമ്പലത്തിനെ പറ്റിയിട്ട് ഒരു വിവരമില്ല. അങ്ങനെയൊക്കെ ആൾക്കാർ എവിടെ പോയി ഇരുന്നാൽ പോരെ. ഇങ്ങനെ ഈ കല്ലൊക്കെ ഇവിടെ എവിടെ കൊണ്ടിടുക ചെയ്യാം. ആലോചിച്ച് നോക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിച്ച് ഓരോ ആൾക്കാർ ഈ അഹങ്കാരം കൊണ്ടൊക്കെ എന്തൊക്കെയാ പറയുക. അമ്പലത്തിൽ പണ്ട് ഒരമ്പലത്തിൽ തടപ്പള്ളി, ആ തടപ്പള്ളിയിൽ കുറേശ്ശെ ഇങ്ങനെ ചോർച്ച വന്നു അത്ര, വെള്ളം ഇങ്ങനെ വീഴുക. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയി അമ്പലത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒരു കമ്മിറ്റിയൊക്കെ കൂടി ആ ഭക്തന്മാരെല്ലാവരും കൂടി ഒരു നിവേദനം കൊടുത്തു. എന്താണ്? അമ്പലത്തിലെ തടപ്പള്ളിക്ക് ചോർച്ച ഉണ്ട്, അതൊന്ന് നേരെയാക്കി തരുന്നെന്ന് ഒരു നിവേദനം. ഇത് ഈ ഭാരവാഹിക്ക് കിട്ടിയ സമയത്ത് അയാൾ പറഞ്ഞു, അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യൂ, ആ തടപ്പള്ളി ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഇവിടുന്ന് നേരെയാക്കി തരാറുണ്ട്. ആലോചിച്ചു. അമ്പലത്തിലെ തടപ്പള്ളി എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, അമ്പലത്തിലെ ശ്രീകോവിൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, ഒന്നും അറിയാതെ അതിരുഹ്യ ഉത്തമാസനം. അതാണ് ഈ കൈകാലത്തിന്റെ പ്രത്യേകത. ഒരു കാര്യത്തിനെ പറ്റി അറിയാത്തതായിരിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ സ്ഥാനത്ത് വലിയ വലിയ സ്ഥാനങ്ങളെ പോലും അലങ്കരിക്കണു. ആലോചിച്ച് നോക്കൂലേ? നമ്മളുടെ ആ ധർമ്മം എവിടെ എത്തിയതുള്ളത് നമ്മൾ നന്നായിട്ട് ചിന്തിക്കേണ്ടതാണ്.
ഇങ്ങനെ ഭഗവാനെ കാണുന്ന സമയത്ത് എന്ത് വേണം? തലയൊന്ന് താഴ്ത്താനുള്ള മനോഭാവം, അതാണ് ഇതാ ഉണ്ടാകുന്നത്. ഇപ്പൊ നമസ്യേ പുരുഷം ആദ്യം കാണുന്ന സമയത്ത് അച്ഛനെ നമസ്കരിക്കണം, അമ്മയെ നമസ്കരിക്കണം, ഭഗവാനെ നമസ്കരിക്കണം. ഇനി സംശയമില്ല കേട്ടോ, നാളെ ഞാൻ എന്തായാലും നമസ്കരിക്കും. ഇന്നിപ്പോ നമസ്കരിക്കാനൊന്നും ഉണ്ടായില്ല, നാളെ എങ്ങനെയല്ല, നാളെ ഞാൻ എന്തായാലും ഇതാ നമസ്കരിക്കും അല്ലേ. അപ്പൊ അച്ഛനെ നമസ്കരിക്കുമ്പോൾ, അമ്മയെ നമസ്കരിക്കുമ്പോൾ, അപ്പൊ ഈ നമസ്കാരം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് തോന്നും ചിലപ്പോ വെറുതെ അല്ല കേട്ടോ, ഞാൻ കേമനായിട്ട് അവരൊക്കെ എന്നതാ നമസ്കരിക്കുന്നത്. പക്ഷെ ഈ ശരീരത്തിനല്ല നമസ്കരിക്കുന്നത്. ആരെ നമസ്കരിക്കുന്നത്? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പുരുഷനെയാണ്. ശരീരത്തിൻ്റെ ഉള്ളില് നമ്മളെ നിലനിർത്തുന്നതായ സാക്ഷാൽ ഭഗവാനെയാണ് നമസ്കരിക്കുന്നത് എന്ന് നമസ്കാരം സ്വീകരിക്കുന്നതായിരിക്കുന്ന ആളുകൾക്കും തോന്നേണ്ടതാണ്. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ വിഗ്രഹം കയ്യിലേക്ക് എടുത്ത ഈശാന്തിമാര് ശിവേരി സമയത്ത് ആനയുടെ പുറത്തേക്ക് അങ്ങോട്ട് കയറിയാൽ അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പാട് എന്ത് ചെയ്യും? വീണങ്ങോട്ട് നമസ്കരിക്കും. ഭഗവാനെ കാണുന്നതോടുകൂടി വീണങ്ങോട്ട് നമസ്കരിക്കും. ഈ ഭഗവാന്റെ ആ വിഗ്രഹം കയ്യിലേക്ക് എടുത്ത ഈശാന്തിമാർക്ക് തോന്നുന്നു, വെറുതെ അല്ല കേട്ടോ, ഞാൻ കേമനായിട്ട് തന്നെ എന്നെ അവര് നമസ്കരിച്ചത് അല്ലേ. അല്ല, ഇയാൾ ഈശാന്തിനെ നമസ്കരിക്കില്ല എന്നല്ല പറഞ്ഞത്. ഇപ്പം അയാളെല്ലാം നമസ്കരിച്ചത്. ഇപ്പം ആരെയാണ് നമസ്കരിച്ചത്? ഭഗവാനെയാണ് ഇതാ നമസ്കരിച്ചത്. ഇതേപോലെ ഈ ശരീരത്തിനെ അല്ല നമസ്കരിക്കുന്നത്, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പുരുഷൻ, ഈ ശരീരത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്ന പുരുഷനായിരിക്കുന്ന, ജീവാത്മാവായിരിക്കുന്ന, പരമാത്മാവായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെയാണിതാ നമസ്കരിക്കുന്നത്. ആദ്യം ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? ആദ്യനാണ് ഭഗവാൻ. ആദ്യായ നമ ഭഗവാന്റെ ഒരു പേരാണ്. വിഷ്ണു സഹസ്രനാമത്തിലുള്ള ഒരു നാമാണ് ആദ്യായ നമ. ആദ്യം ഈ ലോകത്ത് സാക്ഷാൽ ഭഗവാനാണിതാ ഉണ്ടായിട്ടുള്ളത്. അലക്ഷ്യം സർവഭൂതാനം, സകല ഭൂതജാലങ്ങളിലും അലക്ഷ്യമായിക്കൊണ്ട് അന്തർബഹിരവസ്ഥിതം. ഈ കുടത്തിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആകാശത്തിന് ഘടാകാശം എന്ന് പറയും. കുടത്തിന്റെ പുറത്തുള്ളതായിരിക്കുന്ന ആകാശത്തിനോ ബഹിരാകാശം എന്ന് പറയും. രണ്ട് തരത്തിലാണല്ലോ ആകാശം. അതിന്റെ പുറത്ത് ഒരു കുടം ഒരു രൂപത്തിൽ അതാണ്ട് എന്ന് മാത്രം. ഇങ്ങനെ അകത്ത് ജീവാത്മാവായിക്കൊണ്ട് പുറത്ത് പരമാത്മാവായിക്കൊണ്ട് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. മൂഢദൃശ അറിവില്ലാത്തതായിരിക്കുന്ന ഞങ്ങൾക്ക് ഭഗവാനെ അങ്ങയെ പറ്റിയിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഭഗവാനെ അങ്ങ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഈശ്വരനെ നമുക്കിതാ മനസ്സിലാവാത്തത്? എന്താ അതിൻ്റെ കാരണം? അതും ഭഗവാൻ തന്നെ അത്ര. മായാജവനികാച്ഛന്നം, ഭഗവാന്റെ മായയാകുന്ന തിരശീല കൊണ്ട് എന്താ സത്യം, എന്താ സത്യം, എവിടെയാ കൃഷ്ണൻ, എവിടെയാ കൃഷ്ണൻ, എവിടെയാ ഭഗവാൻ ഇരിക്കുന്നത്, എവിടെയാ ഭഗവാൻ ഇരിക്കുന്നത് എന്ന് വിചാരിച്ച് ഓടി നടക്കുക ആളുകൾ. ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ. ഈ മായയിൽ പെട്ടുകൊണ്ട് ഈ ലോകാണ് സത്യം, ഈ ലോകാണ് സത്യം എന്ന് വിചാരിച്ച് ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ അങ്ങനെ അനുഭവിച്ച് തന്നെയാ വേണ്ടത്, തന്നെയാ വേണ്ടത് എന്ന് വിചാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അങ്ങയുടെ മായയാകുന്ന തിരശീല കൊണ്ട് നിങ്ങൾക്ക് അങ്ങയെ അറിയാനായിട്ട് സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ. അങ്ങയെ അറിയാനായിട്ട് സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ. ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. ഈ നടന്മാർ, നല്ല നടന്മാർ, നന്നായിട്ട് നാട്യം നടത്താൻ അറിയുന്ന നടന്മാർ പലതരത്തിലുള്ള വേഷങ്ങൾ കെട്ടി അവർ അരങ്ങിലേക്ക് അങ്ങനെ വന്ന് അതിഗംഭീരമായിട്ട് അരങ്ങങ്ങട്ട് തകർക്കൂത്രേ അല്ലേ. അരങ്ങങ്ങട്ട് തകർത്ത് 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 നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് അവരങ്ങനെ വന്ന് പറയൂത്രേ, അസലായിട്ടോ, കേമായിട്ടോ, അങ്ങയുടെ ആ നാട്യ അതികേമായി ഭീമസേനായിട്ട്. അതേപോലെ ഇങ്ങനെ ഓരോരോ രൂപങ്ങൾ അങ്ങ് ചെയ്തത് വളരെ നന്നായി നന്നായി നന്നായി. അയക്കാൻ മനസ്സിലാവുക, ആലോചിച്ച് നോക്കൂലേ, അയക്കാൻ മനസ്സിലാവുക. ഈ നടനാണോ കൂടുതൽ മനസ്സിലാവുക, അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്കാണോ? നാടകം നന്നായി എന്നുള്ളത് ആർക്കാ മനസ്സിലാവുക? ആരാ പറയുക? കാണുന്ന ആൾക്കാരാ പറയുക അല്ലേ. കാണുന്നതായിരിക്കുന്ന ആൾക്കാരാണ് ഇതാ പറയുക. ഇതേപോലെ ഭഗവാനെ അങ്ങ് നടത്തുന്നതായിരിക്കുന്ന ഈ നാടകത്തിനെ ഞങ്ങൾക്ക് ഇതാ ഇത് ശരിക്കും മനസ്സിലാവണമെന്ന് വെച്ചാൽ എന്ത് വേണം? മാറി നിന്ന് ചിന്തിക്കണം എന്ന് പറയും. ഈ ഭഗവാൻ നമുക്ക് തന്നതായിരിക്കുന്ന ശരീരം കൊണ്ട് നമ്മൾ നടത്തുന്നതായിരിക്കുന്ന നാടകം അത് നന്നായോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? മാറി നിന്ന് ചിന്തിക്കുന്ന സമയത്ത്. എത്രത്തോളം മാർക്ക് എനിക്കിതാ കൊടുക്കാൻ പറ്റും? ഭഗവാൻ പറഞ്ഞ പോലെയാണോ ഞാൻ ജീവിച്ചത് അല്ലേ? ഭഗവാൻ പറഞ്ഞതുപോലെയാണോ ഞാൻ ജീവിച്ചത്? ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞതുപോലെയാണോ ഞാൻ ജീവിച്ചത്? പഠിക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞതുപോലെയാണോ ഞാനിതാ ജീവിച്ചത്? ഭർത്താവായിരിക്കുന്ന സമയത്ത്
ഭാര്യയായിരിക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞതുപോലെയാണോ ഞാനിതാ ജീവിച്ചത്? എനിക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും 100-ലെ ഭഗവാന്? 99. അതൊന്നുമില്ല കേട്ടോ. ഭഗവാൻ പറഞ്ഞ പോലെയല്ല, ഒരു മാർക്ക് കുറഞ്ഞു. പിന്നെ ഒന്നുകൂടി ആലോചിച്ചു, 98. അയ്യോ, അത്രയും ഇല്ല കേട്ടോ. 80 മാർക്ക് അതുമില്ല, 80 മാർക്ക് അതുമില്ല. ഭഗവാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞു വരിക ചെയ്യുക അല്ലേ? ഇതെപ്പോഴാണ് മനസ്സിലാവുക? മാറി നിന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ നാടകം അത് നേരെയാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നടോ നാട്യധരോ യഥാ തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രീയാ. ഒരു സ്ത്രീയായിരിക്കുന്ന എനിക്ക് അങ്ങയുടെ പാദങ്ങളിൽ ഒരു തരി പോലും ഭക്തി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങയെ പറ്റിയിട്ടൊന്നും അറിയില്ല, ഭഗവാനെ അറിയില്ല എന്നങ്ങനെ കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്താ അമ്മ എങ്ങനെ? ഇല്ല അതെപ്പോഴും ഇങ്ങനെ ഇല്ല അല്ലേ? ആലോചിച്ചപ്പോൾ നമ്മൾ ഒരു ദിവസം ഏത് വാക്കാവും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക? ഉണ്ട് എന്നുള്ള വാക്കാണോ ഇല്ല എന്നുള്ള വാക്കാണോ? എല്ലാ ദിവസവും രാത്രി കടന്നുറങ്ങുന്നതിന് മുന്നേ ഡയറി എഴുതി വെക്കണം എന്ന് പറയും. ഡയറി എഴുതിക്കാറില്ല. ലക്ഷം തന്നെ തുറന്ന് ഡയറി എഴുതണം. എല്ലാ ദിവസവും ഡയറി എഴുതിപ്പോൾ ഏത് വാക്കാണ് രാവിലെ നിന്ന് ഏറ്റവും കൂടുതൽ പറയാറുള്ളത്? ഏത് വാക്കാ? ഉണ്ട് എന്നുള്ള വാക്കാണോ ഇല്ല എന്നുള്ള വാക്കാണോ? ഭർത്താവിനോടൊക്കെ ഏത് വാക്കാണ് കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും? ഭർത്താവ് ചിലപ്പോൾ ചായ ഉണ്ടോ ചോദിച്ചാൽ ചായപ്പൊടി ഇല്ല, പാലില്ല. അപ്പോൾ ഭർത്താവ് ചോദിക്കും വെള്ളം ചോദിക്കൂലേ? ഇങ്ങനെ ഇല്ല. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏത് വാക്കാ ആദ്യം പറയുക? ഉണ്ട് എന്നുള്ളതാണോ ഇല്ല എന്നുള്ളതാണോ? ആദ്യം ഇല്ല എന്ന് പറയും, പിന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇതാ ഉറപ്പെടും ഭഗവാൻ. ആ കുന്തിദേവിയോട് ഇതാ പറയുന്നു, അമ്മേ ഇല്ല എന്ന് പറയാതെ എന്ത് വേണം? ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കൂ അല്ലേ? ഉള്ളതിനെ പറ്റി പറയാൻ വേണ്ടി ശ്രമിക്കൂ. ഉള്ളത് എന്നും ഉള്ളതാണ്, ഉള്ളതിന്നു നാശമില്ല. ഉള്ളതെന്നും ഉള്ളതാണ്, അതിന് യാതൊരു നാശവും ഇല്ല, ഒരു മാറ്റവും ഇല്ലാത്തത് ഉള്ളതിനാണ്. ഉള്ളത് എന്താണ്? സാക്ഷാൽ ഭഗവാനാണ്, ഞാനാണ്. എന്നെ പറ്റിയിട്ട് എന്തൊക്കെയാ അറിയാച്ചാ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ കുന്തിദേവിക്ക് സംശയം ഉണ്ടായില്ല അത്രേ. ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞോളാൻ പറഞ്ഞാൽ പിന്നെ എന്താ പറയാതിരിക്കേണ്ടത്? ആലോചിച്ചത്ര എന്താ പറയേണ്ടത്? കൃഷ്ണായ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാനോട് ചോദിച്ചാൽ ഭഗവാൻ പറയും, എനിക്ക് ആ ഗർഗാചാര്യര് ഒരു പേര് തന്നിട്ടുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കൃഷ്ണായ. ഇതുകൊണ്ടാണ് ഭഗവാന് കൃഷ്ണൻ എന്നുള്ള പേര് ഇതാ കിട്ടിയത്. ആകർഷിക്കുന്നവരാണ് ഭഗവാൻ. ഒരിക്കലും ഈ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്ത് തോന്നും? ഒന്നും കൂടിയും കാണാൻ സാധിക്കണേ, ഒന്നും കൂടിയും കാണണേ. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ വീണ് നമസ്കരിച്ച്, പിന്നെയും പ്രദക്ഷിണം ചെയ്ത് വീണ് നമസ്കരിച്ച്, എങ്ങനെയെങ്കിലും അങ്ങനെ ഭഗവാന്റെ മുന്നിലേക്ക് അങ്ങനെ എത്തുമ്പോൾ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ 2 ആൾക്കാരുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. അവരിങ്ങനെ പറയും, മാറൂ നാമം ജപിച്ചുകൂടെ ഇവർക്ക് അല്ലേ? മാറൂ എന്ന് പറയാതെ. ആലോചിച്ച് നോക്കൂ, ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ അങ്ങനെ വന്നു നിന്നിട്ട് ഇവർ എന്താ പറയുന്നത്? മാറൂ എന്നാ നാമം ജപിച്ച് കൈകൊണ്ട് കാണിച്ചാൽ മതി. നാരായണ അല്ലേ? നാമം ജപിക്കല്ല, മാറൂ ഒരാട് കണ്ട അപ്പം ദേഷ്യം വരും ആൾക്കാർക്ക്. എത്ര നേരാ ക്യൂ നിൽക്കുന്നു ഭഗവാനെ കൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ? അവരുടെ ഡ്യൂട്ടിയായിട്ടോ എടുക്കണത് അല്ലേ? എത്ര ആൾക്കാർ പിന്നിൽ ഇതൊന്നും മുന്നിൽ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൻ്റെ പിന്നിൽ എത്ര ആൾക്കാരുണ്ടെന്നുള്ളത് ആരാ ആലോചിക്കുക? നമുക്കും അത് അങ്ങനെയാണല്ലോ അല്ലേ? നമ്മുടെ ഭഗവാനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് എന്താ ഈ മുന്നിലുള്ള ആൾക്കാർ മാറാത്തത്? ഇത് ഇതുവരെ നമ്മൾ ആലോചിക്കുന്നു. നമ്മൾ ആ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഒക്കെ മറന്നു. തൻ്റെ പിന്നിൽ എത്ര ആൾക്കാരുണ്ട്, മുന്നിൽ ആരാണുള്ളത്, എല്ലാതും മറന്നുകൊണ്ട് അങ്ങനെ ഭഗവാൻ ഇതാ കണ്ടുകൊണ്ടതാ ഇരിക്കുന്ന സമയത്ത് ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരിക്കലും കണ്ടാൽ പിന്നെയും കാണണം എന്നതാ തോന്നും. കുന്തിദേവി പറയുന്നു, കൃഷ്ണ നിന്നെ ഞാനിപ്പോൾ ആദ്യം കണ്ടത് എനിക്കിതാ ഇപ്പോൾ ഓർമ്മ വരുന്നു. അന്ന് എൻ്റെ ഉണ്ണി അർജുനന് 2-2.5 വയസ്സായിട്ടേ ഉള്ളൂ. കൃഷ്ണനെ കാണാൻ വേണ്ടി കുന്തിദേവി തൻ്റെ ഉണ്ണിയെ അർജുനനെ ഒക്കത്തെടുത്ത് മെല്ലെ അമ്പാടിയിൽ വന്നു നോക്കിയ സമയത്ത് കണ്ടതായിരിക്കുന്ന കാഴ്ച. അന്നാണ് വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അമ്മ വിളിക്കുന്നതിൻ്റെ മുന്നേ എഴുന്നേറ്റു അത്രേ. സാധാരണയ്ക്ക് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അമ്മ എത്ര പ്രാവശ്യം വന്ന് വിളിച്ചാലും പിന്നെയും മൂടി പുറച്ച് കിടക്കും. കുറച്ചുകൂടിയും കഴിയട്ടെ കേട്ടോ. യശോദാദേവി കൃഷ്ണൻ കടന്നുറങ്ങിയാലാ തൻ്റെ ഓരോ ജോലി ഇതാ ചെയ്യാനായിട്ട് ഇതാ പുറപ്പെടും. അന്ന് കൃഷ്ണൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ എഴുന്നേറ്റ്
നല്ല വസ്ത്രമൊക്കെ ഇതാ എടുത്തുകൊടുത്ത് യശോദാദേവി ഇതാ ഇപ്പോൾ ഇന്നലെ നേരെയാക്കി വെച്ചതായിരിക്കുന്ന ആ തൈരൊക്കെ ഇതാ എടുത്ത് തൈര് കടയാനായിട്ട് ഇതാ പുറപ്പെടുക അത്രേ. യശോദ എന്ന് പറഞ്ഞാലും നല്ല തടിച്ചതായിരിക്കുന്ന സ്ത്രീയാ യശോദ. നന്ദഗോപുരം ഇടയ്ക്കിടയ്ക്ക് യശോദയോട് പറയുക, യശോദ ഇവിടെ പാലും എണ്ണയൊക്കെ ബാക്കി ആയിക്കോട്ടെ യശോദ, നീ എന്തിനാ അതെടുത്ത് ഇങ്ങനെ കഴിക്കണത് ചോദിക്കുക. യശോദ അതൊന്നും നോക്കില്ല, പിന്നെ എടുത്ത് കഴിക്കൂ അത്രേ. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല തടിച്ചതായിരിക്കുന്ന യശോദാദേവി വെളുത്ത വസ്ത്രമൊക്കെ അതാ എടുത്തുകൊടുത്ത് തൈരങ്ങനെ അതാ കടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രംഗമാണ് ഭഗവാൻ അന്ന് രാവിലെ കാണാനായിട്ട് സാധിച്ചത്. ഭഗവാന്റെ അന്ന് രാവിലത്തെ കണി ആലോചിച്ച് നോക്കൂല്. എങ്ങനത്തെ അമ്മേനെയാ കണ്ടത്? കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സൗന്ദര്യത്തോട് കൂടിയിട്ട് പാട്ടൊക്കെ പാടുന്നതായിരിക്കുന്ന അമ്മയെയാണ് ഇതാ കണ്ടത്. നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ അമ്മമാരെ എങ്ങനെയാ കാണാന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവൂലേ. കുളി കഴിഞ്ഞ അമ്മേനെയാണോ, പാട്ട് പാടിട്ട് അമ്മേനെയാണോ, എന്തൊക്കെ പറയേണ്ടി അമ്മമാരെയാന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവും. ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പം എത്രയാ സന്തോഷമായതല്ലേ. ഭഗവാൻ മെല്ലെ മെല്ലെ മുട്ടുകുത്തി അമ്മയുടെ മടിയിലേക്ക് ഇതാ കയറി ഇതാ ഇരുന്ന് അമ്മയെ പാല് തരൂ എന്ന് പറഞ്ഞതോടുകൂടി യശോദയ്ക്ക് പിന്നെ തൈര് കറക്കുക എന്നുള്ളതൊക്കെ മറന്നു. കൃഷ്ണനെ കണ്ടാൽ പിന്നെ യശോദ സംശയമില്ല, ഒക്കെ അതാ മറക്കണം. അങ്ങനെ ഉണ്ണിക്ക് അങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ടല്ലോ കുറേശ്ശെ പുറത്തേക്ക് ഇതാ പോകുന്നുണ്ടല്ലോ. വേഗം ഭഗവാനെ പുറത്തേക്ക് ഇതാ ഇരുത്തി. അത് കൃഷ്ണന് ഒട്ടും മനസ്സിലായില്ല. ദേഷ്യം എവിടുന്നാ വന്നത് അറിയില്ല അത്രേ. ഭഗവാന് നേരെ മുന്നേ തന്നെ ഉണ്ട് കടക്കോല്. ദേഷ്യം വന്നാൽ അങ്ങനെ അത്രേ, മുന്നിലുള്ളത് കാണില്ല. എന്നിട്ട് ദൂരത്തേക്ക് ഇതാ പോയി വലിയ കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്ന് പാത്രത്തിൻ്റെ മുകളൊക്കെ എടുത്തിട്ട് അത് ഇതാ പൊട്ടിച്ച്, പിന്നെ കടകോലി കയ്യിലേക്ക് എടുത്ത് പിന്നെയും പാത്രം അടിച്ചങ്ങോട്ട് പൊട്ടിച്ചു. അപ്പോഴാണ് യശോദയ്ക്ക് ഇതാ മനസ്സിലായത്, കൃഷ്ണൻ എന്തോ വികൃതി കാണിച്ചിട്ടുണ്ട്. ഓടി വന്ന് യശോദാദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ രണ്ട് കൈയും ഇടത്തെ കൈയും കൊണ്ട് ഇതാ പിടിച്ച് കയ്യിലേക്ക് വടിയെടുത്ത് കൃഷ്ണനെ അടിക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ ഭഗവാൻ ആലോചിച്ചു, അല്ല ഇനിയിപ്പോൾ അമ്മേൻ്റെ മുഖത്തേക്ക് നോക്കി കരയുണ്ട്. എനിക്കാണെച്ചാൽ കരഞ്ഞിട്ട് ശീലമില്ലല്ലോ. കരയടച്ചാൽ എന്ത് വേണം? കണ്ണിൽ വെള്ളം വരണം. കണ്ണിൽ വെള്ളം വരാനിപ്പോൾ എന്താ മാർഗം? അമ്മ കാണാതെ വെണ്ണപ്പാത്രത്തിൽ നിന്ന് കുറച്ച് വെണ്ണ എടുത്ത് ഭഗവാൻ അഞ്ചന്മഷിണാസ്വപാണിന ഭഗവാൻ തൻ്റെ കണ്ണിൽ കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പിയത്ര. അതോടുകൂടി ഭഗവാന്റെ കണ്ണിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ കണ്ണുനീരല്ല, ഈ വെണ്ണയുടെ വെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. യശോദ നോക്കിയ സമയത്ത് കണ്ണുനീരാകും ഇത്രേ. കൃഷ്ണന്റെ കരച്ചിൽ കണ്ടപ്പോൾ പിന്നെ യശോദയ്ക്ക് കയ്യിലുള്ള വടി വലിച്ചെറിയാതെ വല്ലാതായി. വേഗം കയ്യിലുള്ള വടി ഇതാ വലിച്ചെറിഞ്ഞു. കൃഷ്ണ, വടി ഞാൻ വലിച്ചെറിഞ്ഞില്ലേ, നീ എന്തിനാ അങ്ങനെ കരയണത്? എന്തിനാ അറിയൂ അമ്മേ, അമ്മയ്ക്ക് ഇപ്പം കൈകൊണ്ട് അങ്ങോട്ട് ഏന്തി കഴിഞ്ഞാൽ വടി എടുക്കാം. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യൂ, ആ വടി എടുത്ത് ദൂരത്തേക്ക് കളയൂ പറഞ്ഞു. യശോദാദേവി കൃഷ്ണന്റെ കയ്യെ വിട്ടതോടുകൂടി പിന്നെ കൃഷ്ണൻ അവിടെ നിന്നില്ല, ദൂരത്തേക്ക് ഇതാ ഓടിപ്പോയി. അല്ലേ ഭഗവാന്റെ ഈ ബാലലീല നമ്മൾ ഇവിടെ ഇരുന്ന് ആകപ്പാട് 2 മിനിറ്റ് നേരം പറഞ്ഞു. അയ്യോ സംശയം. ശ്രദ്ധിച്ച ആൾക്കാരുടെ ഒക്കെ മനസ്സ് എവിടെയായിരുന്നു ആലോചിച്ച് നോക്കൂല്ലേ? എവിടെയായിരുന്നു ശ്രദ്ധിച്ച ആൾക്കാരുടെ ഒക്കെ മനസ്സ്? അത് ഭഗവാന്റെ അടുത്തായിരുന്നു അല്ലേ, ഗോകുലത്തിലും യശോദാദേവിയുടെ അടുത്തുണ്ട്. ശ്രദ്ധിച്ച ആൾക്കാരുടെ ഒക്കെ മനസ്സ് എവിടെയാണ്, ശ്രദ്ധിക്കാത്തവരുടെ മനസ്സ് എവിടെയാക്കി അറിയില്ല. ശ്രദ്ധിച്ച അതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്നെ ആകർഷിക്കുന്നവരാണ്. ഭഗവാന്റെ കഥ കുറച്ചങ്ങോട്ട് പറയുമ്പോഴേക്ക് തന്നെ നമ്മളെ മനസ്സ് ഇതാ ഭഗവാനിലേക്ക് ലയിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാന് കൃഷ്ണൻ എന്ന പേര് ഇതാ കിട്ടിയത്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇതൊക്കെ ദുഃഖങ്ങളാണ് ആ കുന്തിദേവിക്ക് ജീവിതത്തിൽ അതാ ഉണ്ടായിട്ടുള്ളത് ആലോചിച്ച് നോക്കൂടെ. കുന്തിദേവി കുന്തിഭോജൻ എന്ന പേരായിരിക്കുന്ന രാജാവിൻ്റെ മകളാണ്. ഒരിക്കലും ദുർവാസാവ മഹർഷി കുന്തിഭോജനെ ഒന്ന് കാണാൻ വേണ്ടി കൊട്ടാരത്തിൽ എത്തിയത്രേ. ദുർവാസാവ് പറഞ്ഞു, എന്തായാലും പെട്ടെന്നൊന്നും പോണില്ല, കുറച്ച് ദിവസം അങ്ങയുടെ അടുത്ത് ഇവിടെ നിൽക്കണമെന്ന ആഗ്രഹം. ആലോചിച്ച് നോക്കൂ, ദുർവാസാവിനൊക്കെ ദേഷ്യപ്പെടുത്താതെ അവിടെ ഒരു ഭാഗത്ത് ഇരുസടച്ചാലുള്ള പ്രയാസം ആലോചിച്ച് നോക്കൂ. കുന്തിഭോജനെ ആലോചിച്ചു, ഇനിയിപ്പോൾ ഇയാൾക്ക് ദേഷ്യം വരാതെ എന്താ ചെയ്യുക? തൻ്റെ മകള് കുന്തിദേവിയെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് കുന്തിദേവിയോട്, കുന്തിദേവി ആ ചെറിയ കുട്ടിയാണ്, ആ ചെറിയ കുട്ടിയായിരിക്കുന്ന കുന്തിദേവിയെ ഇപ്പോൾ ദുർവാസാവിനെ നോക്കാൻ വേണ്ടിയിട്ടതാണ് ഏർപ്പാടാക്കി. ഇത്രയും ദുർവാസാവോ ദേഷ്യം വരാൻ അങ്ങനെ കാത്തു നിൽക്കുക, എങ്ങനെയെങ്കിലും ദേഷ്യപ്പെടണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ദുർവാസാവോ. ആ കുന്തിദേവി ദുർവാസാവിന് ദേഷ്യം വരും എന്നങ്ങോട്ട് വിചാരിക്കുന്നതിൻ്റെ മുന്നേ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കുക. പിന്നെ ദേഷ്യപ്പെടാൻ സാധിക്കുമോ ആലോചിച്ച് നോക്കൂലേ? പിന്നെ ദേഷ്യപ്പെടാൻ സാധിക്കില്ല. വിചാരിക്കുന്നതിന് മുന്നേ ഓരോ കാര്യം, അതിനാണ് പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയും. ഈ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക
കഴിവാണ്. എന്താണ് പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയും. പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ലേ, വിചാരിക്കുന്നതിൻ്റെ മുന്നേ കാര്യം സാധിപ്പിച്ചു കൊടുക്കുക. ചായ കുടിക്കണമെന്നാണ് വിചാരിക്കുന്നതിന് മുന്നേ കൊണ്ടുപോയി കൊടുത്തു പറയാം. ഇവിടെ നല്ല ചൂടുള്ള വെള്ളം വേണമെന്ന് വിചാരിക്കുന്നതിന് മുന്നേ അപ്പം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ദേഷ്യപ്പെടാൻ പറ്റുമോ? ദുർവാസാവ് അനവധി കാലം വിചാരിച്ചിട്ടും ഈ കുന്തിദേവിയെ ദേഷ്യപ്പെടാനായിട്ട് സാധിച്ചില്ല. അവസാനം ദുർവാസാവ് കുന്തിദേവിയോട് പറഞ്ഞു, തോറ്റു കേട്ടോ കുന്തിദേവി, നിന്നിട്ട് ഞാൻ തോറ്റു പറഞ്ഞു. നിനക്ക് എന്താ വേണ്ടത്? ഞാനിതാ വരം തരാമെന്ന് പറഞ്ഞ് കുറച്ച് വരങ്ങളൊക്കെ കിട്ടി. ഇത്രയും കുന്തിദേവിക്ക് വരം ഫലിക്കുമോ ഇല്ലയോ എന്ന് അറിയണ്ടേ വിചാരിച്ച ഒരു ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ കുന്തിദേവി കുളിയൊക്കെ, ചെറിയ കുട്ടിയാണ്, കുളിയൊക്കെ കഴിഞ്ഞ് നല്ല പട്ടുപാവാടയൊക്കെ എടുത്തു കൊടുത്ത് ശരീരത്തിലൊക്കെ നല്ലോണം നന്നാക്കി തലമുടിയൊക്കെ നന്നായിട്ട് അണിയിച്ചൊരുക്കി നല്ല പൊട്ടൊക്കെ തൊട്ട് രാവിലെ 5:30 മണിക്ക് തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്രേ. എന്നിട്ട് വലിയൊരു 6-6:15 ആയപ്പോൾ ഇത്ര കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത് ആ കിഴക്ക് ഭാഗത്ത് സുന്ദരനായിരിക്കുന്ന ഒരാൾ നോക്കിയ സമയത്ത് എന്തൊരു സൗന്ദര്യം അറിയില്ല. ആരാ അവിടെ നിൽക്കണത്? സാക്ഷാൽ സൂര്യഭഗവാനാ. സൂര്യഭഗവാൻ എഴുന്നേറ്റ് വന്നിട്ടുള്ള സൂര്യനും കുളിയൊക്കെ കഴിഞ്ഞത് അത്രേ. സൂര്യൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അയാൾ വരെ ശരീരം നന്നായിട്ട് അലങ്കരിച്ച് ഇപ്പോൾ കുന്തിദേവിക്ക് സൂര്യഭഗവാനെ കണ്ടപ്പോൾ കുന്തിദേവി മെല്ലെ സൂര്യനോട് ചോദിച്ചു, പോരുന്നോ ചോദിച്ചു, അത്ര ഇങ്ങോട്ട് വരുന്നുണ്ടോ ചോദിച്ചു. എന്താ സംശയം? എന്തോ ഭാഗ്യത്തിന് അന്ന് മൊബൈൽ ഉണ്ടായിരുന്നില്ല. മൊബൈലൂടെ ഉണ്ടായിരുന്നു വെച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂലേ. അങ്ങനെ ആ കുന്തിദേവി കൈ കാണിക്കേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. സൂര്യഭഗവാൻ താഴത്തേക്ക് ഇതാ വന്നു. മാത്രമല്ല സൂര്യഭഗവാൻ ഇവിടുന്ന് പോയപ്പോൾ കുന്തിദേവിക്ക് ഒരു ഉണ്ണിയെ കൂടി ഇതാ പ്രദാനം ചെയ്തു അത്രേ. എന്താ ഉണ്ണിയുടെ പേര്? കർണല്ലേ. ആ കർണൻ ഉണ്ടായ സമയത്ത് തന്നെ കാതിലൊക്കെ ആഭരണം ഉണ്ട്, കഴുത്തിലൊക്കെ സ്വർണ്ണാഭരണം ഉണ്ട്, അല്ലേ, പോർച്ചൻ്റെയൊക്കെ ഉണ്ട് അത്ര. സ്വർണത്തിൻ്റെ ഒരു വലിയ പോർച്ചൻ്റെയൊക്കെ അല്ലേ. ഉണ്ടായ ഉടനെ തന്നെ ആഭരണമായിട്ടാണ് വന്നത്. നമ്മളെ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നു വെച്ചാൽ അത്ര നന്നായിരുന്നു ആലോചിച്ച് നോക്കൂലേ. ആഭരണമൊക്കെ അണിഞ്ഞ് സ്വർണത്തിനൊക്കെ എന്താ വില അതാ വിചാരിച്ചത്. ശരീരത്തിൽ ഇങ്ങനെ ആഭരണമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ വേറെ ഒരാൾ ലോകത്ത് ഉണ്ടായിണ്ടാവില്ല. ആദ്യം ഉണ്ടായിരുന്നില്ല. ആ കുന്തിദേവിയുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു ഉണ്ണി, അതാണ് കുന്തിദേവി എപ്പോഴും എന്താ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭാഗ്യവന്തം പ്രസൂയേത മാശൂര്യം മാച പണ്ഡിതം. ഭാഗ്യവന്തം പ്രസൂയേത, ഭാഗ്യമുള്ള ഉണ്ടിണ്ടാവണേ, ഭാഗ്യമുള്ള ഉണ്ടിണ്ടാവണേ, ഭാഗ്യമുള്ള ഉണ്ടിണ്ടാവണേ ഏതല്ലേ. ഇവിടെ ഉണ്ടായ ഉടനെ തന്നെ കാതിലാഭരണം, കയ്യിലാഭരണം, കഴുത്തിലാഭരണം, ആഭരണത്തോട് കൂടിയിട്ട് ആ കർണൻ എന്താ ഉണ്ടായത്. പക്ഷെ കുന്തിദേവി ആലോചിച്ചു, എൻ്റെ കല്യാണം പോലും കഴിയാത്ത ഒരാൾ ഈ ഉണ്ണി ആരാ ചോദിച്ചാൽ ഞാനെന്താ പറയുക ഭഗവാനെ. വേഗം വെള്ളത്തിൽ ഒഴുക്കിയത്ര ഒരു സൂതപുത്രനായിട്ട് ഇതാ വളർന്നു വരുന്ന കർണനെ, മാത്രമല്ല തൻ്റെ 2 കുട്ടികൾ പാണ്ഡവരും കർണനും തമ്മിലുള്ളതായിരിക്കുന്ന യുദ്ധം ഒന്നും മിണ്ടാമയ്യാതെ നോക്കി നിൽക്കുന്ന ആ കുന്തിദേവിയുടെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. ഈ ദുഃഖത്തിനെ കണ്ടറിഞ്ഞാൽ നമുക്കിതാ മനസ്സിലാവും, ഇങ്ങനെയൊന്നും ഭഗവാൻ എനിക്ക് ദുഃഖം തന്നില്ല കേട്ടോ അല്ലേ. എനിക്ക് ദുഃഖം, ഇങ്ങനത്തെ ഒന്നും ദുഃഖം ഭഗവാൻ എനിക്കിതാ തന്നിട്ടില്ല. കുന്തിദേവിയുടെ ദുഃഖത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതാ മനസ്സിലാവും എത്രയോ നിസ്സാര, എൻ്റെ ദുഃഖമൊക്കെ എത്രയോ നിസ്സാരമാണ് എന്ന് നമുക്കതാ തോന്നി. എന്തൊക്കെ പ്രയാസങ്ങളാണ് കുന്തിദേവി ഇതാ അനുഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ കുന്തിദേവി അതിഗംഭീരമായിട്ട് ഭഗവാനതാ സ്തുതിച്ചു. നമസ്കരിക്കുകയാണ് വേണ്ടത് എന്ന് തുടങ്ങിയതായിരിക്കുന്ന ആ സ്തുതി നമസ്കരിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമർപ്പിക്കുന്നത്. പിന്നീടാണ് ഭീഷ്മ പിതാമഹരുടെ അതിഗംഭീരമായിരിക്കുന്ന സ്തുതി. ഭീഷ്മരെ കാണാൻ ഭഗവാൻ അങ്ങോട്ട് പോയിട്ടില്ല. അതാണ് പ്രാധാന്യം അല്ലേ. ഭഗവാന് തന്നെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഒരാളിതാ ഉപാസിക്കാനായിട്ട് പുറപ്പെടുന്നുണ്ടോ, അവരെവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് ഭഗവാൻ ഇതാ എത്തിച്ചേരും എന്നുള്ള രീതിയിൽ ശരശയ്യയിൽ അങ്ങനെ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് ഭഗവാൻ പാണ്ഡവരോട് കൂടിയിട്ട് ഇതാ എത്തിച്ചേർന്നു. തൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്ന സാക്ഷാൽ ഭഗവാനെ, ചതുർഭുജാകാരനായിരിക്കുന്ന ഭഗവാനെ കണ്ണു തുറന്ന് നന്നായിട്ട് കണ്ടു ഭീഷ്മര്. അവിടെ ഇരുന്ന് സഹസ്രനാമൊക്കെ ഇതാ ഉപദേശമായിട്ട് ഇതാ കൊടുത്തു. മാത്രമല്ല പലതരത്തിലുള്ള ഉപദേശങ്ങൾ അതാ കൊടുത്തു ആ പാണ്ഡവർക്ക്. അവസാനം ഭീഷ്മര് ഭഗവാനതാ സ്തുതിച്ചു. ഇതി മതിരുപകൽപ്പിതാ വിതൃഷ്ണാ ഭഗവതി സാത്വത പുംഗവേ വിഭൂംനി സ്വസുഖമുപഗതേ ക്വചിത് വികർത്തും പ്രകൃതിമുപേക്ഷിയിൽ ഭവപ്രവാഹം ത്രിഭുവനഗമനം തമാലവർണം രവികര ഗൗരവരാംബരം ദധാനെ ബാപുരാളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേ നവദ്യ. വിജയസഖേ, അർജുനന്റെ കൂട്ടുകാരനായിക്കൊണ്ട്
കൗരവ പാണ്ഡവ യുദ്ധത്തില് കുരുക്ഷേത്രത്തിൽ അങ്ങനെ അതിമനോഹര സ്വരൂപത്തിൽ അങ്ങനെ നിൽക്കുന്ന അങ്ങയുടെ ആ രൂപത്തിനാണ് ഭഗവാനെ എനിക്കിതാ ഇപ്പോ കാണാനായിട്ടിതാ സാധിക്കുന്നത്. അഗ്രേ കൃത്വാകമഭിചരണം ജാനുനേനൈകതിഷ്ഠൻ പശ്ചാൽപാർത്ഥം പ്രണയവിവശേനാക്ഷിണ ഈക്ഷമാണം സൗവേതോത്രം കരസരസിജേ ദക്ഷിണേ ജ്ഞാനമുദ്രാമാഭിഭ്രാണോ രഥമതിവസൻ പാതുന സൂതവേഷ. സാക്ഷാൽ ഭഗവാൻ സൂതവേഷധാരിയായിട്ട് മാറിയത്രേ. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ അങ്ങനെ തേരിലങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അടുത്തേക്ക് ഇതാ വന്നു. അർജുനൻ ചോദിച്ചു, എന്താ കൃഷ്ണ നീ എന്താ ഇപ്പം അവിടെ എങ്ങനെ നിൽക്കണത് ചോദിച്ചു. ഭഗവാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ജോലി ഒന്നും ഇല്ല കേട്ടോ അർജുനൻ, ഒരു പണിയില്ലാതെ കാത്തിരിക്കും. പോരാത്തതിന് 2 ദിവസം മുന്നേ ഞാനൊരു വലിയ പ്രതിജ്ഞയും കൂടി എടുത്തു. എന്താ പ്രതിജ്ഞ? കയ്യിൽ ആയുധം തൊടില്ല എന്നാ പ്രതിജ്ഞ. മാത്രമല്ല ഇപ്പോൾ ഒരു ഇരുമ്പിൻ്റെ കത്തി പോലും കൈകൊണ്ട് തൊടാൻ വയ്യ. എനിക്ക് എത്രയാ ഭാര്യമാരുള്ളത് നമുക്കറിയില്ലേ. ചില ഭാര്യമാരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പച്ചക്കറി ഒന്ന് അരിഞ്ഞോ കൃഷ്ണ ചോദിച്ചാൽ അപ്പം ഞാൻ പറയും അരിയാൻ വയ്യായിട്ടല്ല കേട്ടോ. പിന്നെയോ നാളെ ഞാനൊരു പ്രതിജ്ഞ ചെയ്തു, എന്താ കൈകൊണ്ട് ആ കത്തി തുടങ്ങി അതുകൊണ്ടാട്ടോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ജോലിയില്ലാതെ ഞാനിതാ കാത്തിരിക്കുകയാണ്, ഒരു പണിയില്ല കേട്ടോ അർജുനൻ. അപ്പൊ അർജുനൻ പറഞ്ഞു, അതേ കൃഷ്ണ നല്ലൊരു വേക്കൻസി ഉണ്ട്. ഏതാ അറിയും, എൻ്റെ ഈ തേര് തെളിക്കാപ്പോ ആളില്ല. നല്ലൊരു തേരാളിയെ കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ ഈ കുരുക്ഷേത്ര യുദ്ധം എന്നല്ല ലോകം മുഴുവൻ ഞാനിതാ ജയിക്കും. പറ്റുവച്ചാ അന്ന് കയറി ഇന്നാ തർക്കമില്ല പറഞ്ഞു. അത്രയും മുതലാളി എന്താണോ പറയുന്നത് അത് തൊഴിലാളി കേക്ക്, അങ്ങനെയല്ലേ വേണ്ടത് എന്നുള്ള രീതിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എത്ര പെട്ടെന്ന് അറിയില്ല അർജുനന്റെ തേരാളിയായിട്ട് ഇതാ മാറിയത്. അഗ്രേ കൃത്വാകമഭിചരണം. ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ അർജുനന്റെ തേരിന്റെ നേരെ മുന്നിലുള്ളതായിരിക്കുന്ന കുതിരകളുടെ പിൻഭാഗത്തേക്ക് തൻ്റെ ഇടത്തെ കാലിതാ എടുത്തതാ വെച്ച് കമഭിചരണം ജാനുനേനൈകതിഷ്ഠൻ പശ്ചാൽപാർത്ഥം പ്രണയവിവശേനാക്ഷിണായി ക്ഷമാണം. അർജുനന്റെ തേരിനങ്ങനെ ഭഗവാൻ എങ്ങനെ വേഗത്തിൽ ഓടിക്കുന്ന സമയത്ത് അർജുനൻ പിന്നെ അങ്ങനെ പറയും, കൃഷ്ണ അങ്ങോട്ട് പോകരുതേ, പേടിയാവും കേട്ടോ കൃഷ്ണ. ഇരുന്ന് കരയേണ്ടി അത്ര അർജുനന്റെ കരച്ചിന് സഹിക്കണില്ല ഭഗവാൻ. അർജുനൻ ഉറക്കെ തേരിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് ഭഗവാൻ അങ്ങനെ പ്രണയവിവശേനാക്ഷിണായി ക്ഷമാണം പ്രണയ പാരവശ്യത്തോട് കൂടിയിട്ട് ഭഗവാന്റെ ഒരു നോട്ടുണ്ട് അത്ര. സാക്ഷാൽ ഭഗവാൻ ഇങ്ങനെ പ്രളയം അല്ലേ, ആ പ്രേമൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കണേന് ഒരു പ്രത്യേക നോട്ടം അല്ലേ. ഭഗവാന്റെ ആ പ്രണയ പാരവശ്യത്തോട് കൂടിയിട്ടുള്ള നോട്ടം കാണുമ്പോൾ, ആ കടാക്ഷം കാണുന്നതോട് കൂടിയിട്ട് അർജുനന്റെ എല്ലാ വിഷമവും ഇല്ലാതെ അവസ്ഥയെ, അർജുനന്റെ ദുഃഖങ്ങളെ മുഴുവനും ഇല്ലാതാക്കുന്നതായ അങ്ങയുടെ ആ കാരുണ്യ കടാക്ഷത്തിനെയാണ് ഭഗവാനെ എനിക്കിതാ ഇപ്പോ ഓർക്കാനായിട്ട് ഇതാ സാധിക്കുന്നത്. സൂതവേഷധാരിയായിരിക്കുന്ന ഭഗവാനെ ഓർത്തുകൊണ്ട് അല്ലേ അർജുനനെ ഇവിടെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അർജുനനെ ഇറങ്ങി അങ്ങോട്ട് പോയാൽ മതി. ശ്രീകൃഷ്ണ ഭഗവാൻ എന്തൊക്കെ ജോലി ആലോചിച്ച് നോക്കൂലേ. ഡ്രൈവർമാർക്ക് എന്തൊക്കെ ജോലി അല്ലേ. മുതലാളിക്ക് കാറിന് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതി. ആര് വേണം കാറ് തിരിച്ചിട്ട്? അതൊന്നും മുതലാളിയല്ല, അതൊക്കെ അതാ ഡ്രൈവർമാരുടെ ജോലി. മാത്രമല്ല ഈ കാറൊക്കെ കഴുകി വൃത്തിയാക്കുക. അർജുനൻ തേരുന്ന അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അർജുനൻ ഇടയ്ക്കിടയ്ക്ക് പറയുമത്ര, ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ കൃഷ്ണ. അത് അർജുന ഞാനിപ്പം വരാട്ടോ, കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞ് തേരിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ആ കുതിരകളെയൊക്കെ അതാ മാറ്റി ഭഗവാൻ ആ കുതിരയെ കുളിപ്പിക്കും കൂടി ആലോചിച്ചു നോക്കൂലേ. ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ കുതിരയെയും കൊണ്ട് സരസിലേക്ക് അതാ കൊണ്ടുപോയി. അവിടെ എത്തി ഭഗവാൻ തൻ്റെ കാലിൻ്റെ മുകളിലതായിരിക്കുന്ന ആ പീതാംബരപ്പെട്ടൊക്കെ ഒന്നും കൂടി മുകളിലേക്ക് ആക്കി തൻ്റെ കഴുത്തിലുള്ളതായിരിക്കുന്ന ആ ഉത്തരീയം ഭഗവാൻ എടുത്ത് ഒന്നാന്തരം ഒരു തലയെക്കെട്ടൊക്കെ അതാ കെട്ടി തലമുടിയിലേക്ക് ഭഗവാൻ ആ പീലിത്തിരിമുടി ഒന്നും കൂടി ഇതാ ഇറക്കിയതാ വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആ കുതിരയെ വെള്ളത്തിലേക്ക് ഇതാ ഇറക്കി. കുതിര തൻ്റെ മുന്നിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഭഗവാൻ എന്താ ചെയ്യാറ്, കുതിരയുടെ ആ കഴുത്തിലുള്ളതായിരിക്കുന്ന കയറ് ഭഗവാൻ തൻ്റെ 2 കല്ലുകൊണ്ടും കടിച്ചു പിടിക്കൂത്ര. ഇത് കയ്യിലേക്ക് വെള്ളമെടുത്ത് ഈ കുതിരയെ കുളിപ്പിക്കണു. പാണ്ഡവർക്ക് വേണ്ടി ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തതായിരിക്കുന്ന ഓരോരോ കാര്യങ്ങള് ഭഗവാനെ എനിക്കിതാ ഇപ്പോ മനസ്സിലേക്ക് ഇതാ ഓർക്കാനായിട്ട് ഇതാ സാധിക്കുന്നു. പ്രതിദൃശമിവ നൈകഥ അർക്കമേകം ഏകം അർക്കമിവ
ആകാശത്ത് ആകപ്പാട് ഒരു സൂര്യനേ ഉള്ളൂ. പക്ഷെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ത് തോന്നും? എൻ്റെ സൂര്യൻ, എൻ്റെ സൂര്യൻ, എൻ്റെ സൂര്യൻ എന്ന് തോന്നും അല്ലേ? ആണല്ലോ. ഈ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ആകാശത്ത് അമ്പിളിയമ്മാവനെ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വേഗം അങ്ങോട്ട് ഓടുക. ഓടുന്ന സമയത്ത് നമുക്ക് എന്താ തോന്നുക? എൻ്റെ കൂട്ടത്തിൽ അമ്പിളിയമ്മാവന് ഓടി വരുന്നുണ്ട് കേട്ടോ തോന്നൂലേ? ഇതേപോലെ ഒരു സൂര്യനെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ആ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നോക്കുന്ന ആളുകൾക്ക് മുഴുവനും എൻ്റെ സൂര്യൻ, എൻ്റെ സൂര്യൻ, എൻ്റെ സൂര്യൻ എന്ന് തോന്നുന്നത് പോലെ ഭഗവാനെ എൻ്റെ എൻ്റെ എന്ന് തോന്നുന്ന രീതിയിൽ അങ്ങ് നേരെ ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്കിതാ ഇപ്പോൾ ഓർക്കാനായിട്ട് ഇതാ സാധിക്കുന്നത്. ഭഗവാനെ ഉച്ചയ്ക്ക് ആയി കഴിഞ്ഞിട്ട് വെച്ചാൽ സൂര്യൻ്റെ ചൂടേറ്റ് ഭഗവാന്റെ ആ തിരുനെറ്റിയിൽ ചിലപ്പോൾ വേർപ്പിൻ്റെ കണങ്ങളൊക്കെ വരും അത്രേ. നമ്മളൊക്കെ നെറ്റിയിൽ വേർപ്പ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പം തന്നെ തുടച്ച് കളയും. ആ ശ്രീകൃഷ്ണ ഭഗവാനോ, ഭഗവാൻ മുഖത്ത് വേർപ്പുതുള്ളി വന്നാൽ തുടച്ച് കളയില്ല. എന്തുകൊണ്ടാണ് തുടച്ച് കളയാത്തത്? ഈ വേർപ്പുതുള്ളി വന്നതായിരിക്കുന്ന ഭഗവാന്റെ മുഖത്തിനെ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അത്ര. ചില ഭക്തന്മാര് ഭഗവാന്റെ ആ ഒരു തിരുമുഖം കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ളതാ വേർപ്പുതുള്ളികൾ? ഈ കുതിരയുടെ കുളമ്പടിയിൽ നിന്നും വരുന്നതായിരിക്കുന്ന പൊടികളെ കൊണ്ട് മറഞ്ഞതായിരിക്കുന്ന വേർപ്പുതുള്ളികളോട് കൂടിയതായിരിക്കുന്ന ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ചിതവിശിഖനോവിശീർണദം ശക്ഷതജ പരിപ്ലുതാതതായിനോമേ അങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാൻ ഭീഷ്മരുടെ അടുത്തുനിന്ന് വരുന്നതായിരിക്കുന്ന ആയുധങ്ങളിൽ നിന്ന് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ക്ഷതജ പരിപ്ലുതാതതായിനോമേ. സാധാരണയ്ക്ക് ശരീരം മുറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിന് രക്തമാണ് പുറത്തേക്ക് വരിക അല്ലേ? രക്തം ഉണ്ടെങ്കിലല്ലേ രക്തം പുറത്തേക്ക് വരുള്ളൂ. ആലോചിച്ച് നോക്കൂലേ? നമ്മുടെ ശരീരത്തിലൊക്കെ രക്തം. എന്നാൽ ഭഗവാന്റെ ശരീരത്തിൽ രക്തമാണോ? ഭഗവാന്റെ ശരീരത്തിൽ അത് രക്തമല്ല, അത് സച്ചിദാനന്ദമാണ്. ഇങ്ങനെ ഭീഷ്മരുടെ കയ്യിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ആയുധങ്ങളെ കൊണ്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് സച്ചിദാനന്ദം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ അങ്ങനെയാണ് ഇതാ എനിക്കിപ്പോൾ മനസ്സിലേക്ക് ഇതാ ഓർക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഭീഷ്മപിതാമഹൻ തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ജീവാത്മാവിനെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഇതാ ലയിപ്പിച്ചു. കുറച്ച് നേരമൊക്കെ അവിടെ ദുഃഖമൊക്കെ അതാ അനുഭവിച്ചുകൊണ്ട് അതാ നിന്നു. ഭഗവാൻ അവിടെ നിന്ന് ദ്വാരകയിലേക്ക് യാത്ര ചെയ്യും. പക്ഷെ അധിക കാലം അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഉത്തരാദേവിയുടെ ഉണ്ണിയെ കാണാതിരിക്കാൻ പറ്റൂ. അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്തിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് രക്ഷിച്ചത് ആ സാക്ഷാൽ ഭഗവാൻ ഈ പരീക്ഷത്തിന്. അങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ പോയി കാണണ്ടേ? ആ ഉണ്ണിയാണെന്ന് വെച്ചാലോ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ട ആളാണോ? ആര് കാണാൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് കണ്ണ് തുറന്ന് നോക്കൂത്രേ. അങ്കുഷ്ടമാത്രമലം സ്ഫുരൽ പുരടമൗലിനം അപീച്ച ദർശനം ശ്യാമം. ശ്യാമസുന്ദരനാണോ? 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 ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കൂത്രേ ആ ഉണ്ണി. അല്ല നമുക്ക് മനസ്സിലായ അപ്പ കണ്ണടച്ചു. അക്കി കാണണമെന്നില്ലാട്ടോ, ഒക്കെ കാണണമെന്നില്ലാട്ടോ എന്ന രീതിയിൽ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന ആ പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങോട്ട് വന്നപ്പോൾ എന്തോ ഒരു പരിചയമാണ്. അതാണല്ലോ ഈ ചെറിയ കുട്ടികൾക്ക് ആരെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് ചിലവരൊക്കെ നല്ല പരിചയം. അത്ര കഴിഞ്ഞ ജന്മത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ ജന്മത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഈ പരീക്ഷത്തിനോ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടയാളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാനാണ് ഈ ഉണ്ണിയെ. അതോ അങ്കുഷ്ടമാത്രമലം. ഇപ്പം എത്രയും ഭഗവാന് വലിപ്പുള്ളൂ. നമ്മളെ അങ്കുഷ്ടത്തിൻ്റെ എത്രയോ വലിപ്പുള്ളൂ. ആകപ്പാടി ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ചെറുതാറിയില്ല. അതിലിപ്പോൾ ഒരാളുകൂടി അവിടെ ഇരിക്കുന്നുണ്ട്. ആ പരീക്ഷത്തിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ സ്ഥലമില്ല സത്യത്തിൽ. അപ്പം എത്ര ചെറിയ രൂപം എടുക്കണം ആലോചിച്ച് നോക്കും. അങ്കുഷ്ടമാത്രമലം സ്ഫുരൽ പുരടമൗലിനം അപീച്ച ദർശനം ശ്യാമം തടിദ്വാസമച്യുതം. തടിദ്വാസമച്യുതം അല്ലേ? വല്ലാത്ത മിന്നൽ പിണരൊക്കെ കറുത്തു കൂടിയതായിരിക്കുന്ന ആകാശത്ത് ഒരു മിന്നൽ പിണരുണ്ടായിക്കഴിഞ്ഞാൽ എന്തൊരു ശോഭ ഉണ്ടായിരിക്കും ആലോചിച്ച് നോക്കൂ. ആ മിന്നൽ പിണരിൻ്റെ ശോഭയോട് കൂടിയിട്ട് തൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നതായ ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാനിപ്പോൾ ചെറിയ ഉണ്ണിയ പറഞ്ഞിട്ട് കാര്യമില്ല, വിരലിൻ്റെ അത്രയും വലിപ്പുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചെറിയതായിരിക്കുന്ന പാദങ്ങളിൽ ഭഗവാൻ ചെറിയതായിരിക്കുന്ന പാദസരം. ചെറിയ പാദസരത്തിന് നല്ല രസാലെ കാണാൻ. ചെറിയ പാദസരമൊക്കെ അത് അണിഞ്ഞുകൊണ്ട് ഭഗവാന്റെ ആ തിരുനഖത്തിൽ നിന്ന് ചന്ദ്രന്റെ കിരണങ്ങൾ പുറത്തേക്ക് ഇതാ വരുന്നുണ്ട്. പീതാംബരപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അരയിൽ ചെറിയ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ കൈകളിൽ 4 തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഭഗവാൻ ഇതാ ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ഗദ കൊണ്ട് പരിഭ്രമന്തമുൽക്കാഭം ഭ്രാമയന്തം ഗദാമു. കയ്യിലുള്ള ആ ഗദ ഭഗവാൻ അങ്ങനെ മെല്ലെ ചോട്ടുന്നുണ്ട്. അത്രേ
അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരീക്ഷത്തൊന്ന് കണ്ണുറന്ന് നോക്കിയപ്പോഴേ ഇതുവരെ വല്ലാത്ത ചൂടായിരുന്നല്ലോ ഭഗവാനെ, ഇപ്പോഴെവിടുന്നോ കാറ്റടിക്ക് ഫാന് വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? നോക്കിയ സമയത്ത് ഫാനൊന്നല്ല വരുന്നത്, പിന്നെ ഭഗവാന്റെ കയ്യിലുള്ളതായിരിക്കുന്ന ഗതയിൽ നിന്നും വരുന്നതായിരിക്കുന്ന കാറ്റങ്ങനെ എന്തൊരു സുഖാപ്പ് അവിടെ ഇരിക്കാൻ, എന്തൊരു സുഖം അവിടെ ഇരിക്കാമെന്നുള്ള രീതിയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആ ഭഗവാൻ ഇപ്പോൾ അവിടെ ഇരുന്ന് ആ പരീക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് വെച്ചാൽ അതൊക്കെ ഇല്ലാതാക്കി കൊടുക്കും. അങ്ങനെയുള്ള ആ പരീക്ഷത്തിനെ ഭഗവാൻ വന്നതാ കാണും. പരീക്ഷത്ത് മഹാരാജാവിൻ്റെ ജാതകമൊക്കെ അവിടെ ഇരുന്നത് ആ പാണ്ഡവരൊന്ന് ചോദിച്ചറിഞ്ഞൂത്രേ. തക്ഷക അത് ആത്മനോ മൃത്യേയും സാരമില്ല പറഞ്ഞു. ഭഗവാന്റെ പാദങ്ങളിലെ ഭക്തി ഉണ്ടോ ഒരു തക്ഷകനും ഉപദ്രവിക്കില്ലാന്ന് നന്നായിട്ട് അറിയാവുന്നതാ പറഞ്ഞു. വിജയ മഹാശയൻ തീർത്ഥാടനത്തിന് പോയി തിരിച്ചതായെത്തി ധൃതരാഷ്ട്രം എടുത്തു പോയി പരമമായിരിക്കുന്ന ജ്ഞാനത്തിനെ ഉപദേശിച്ചു കൊടുത്തു. ധൃതരാഷ്ട്രനോട് ചോദിച്ചു, ഏട്ടാ സുഖമാണോ ചോദിച്ചു. പണ്ടത്തേനേക്കാളുള്ള സുഖമാണ്. എന്താ അങ്ങനെ പറയണത്? ഇപ്പൊ രാവിലെ ആയ ഭീമസേന വന്ന് ചോറൊക്കെ ഉരുട്ടി വന്നിലേക്ക് തരും. ചോറ് ഉരുട്ടുകൂടി വേണ്ടാത്തത് ഒരു സ്നേഹ ഭീമസേനെ ആലോചിച്ച് നോക്കും. പക്ഷേ ഭീമസേനോ ഓരോരോ ഉരുളി ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് സാധാരണയ്ക്ക് ആൾക്കാരൊക്കെ ചോറിൻ്റെ ഉരുള എന്നിട്ട് ആ വലത്തോട്ടാണ് വിട്ട്, ഇതങ്ങനെയല്ല, അത് ഇടത്തോട്ടാണ് വിട്ടത്. എപ്പോഴാണ് ഈ ഇടത്തോട്ട് വിട്ടാൽ ശ്രാദ്ധത്തിനൊക്കെ എങ്ങനെയാണല്ലോ പിണ്ടൊക്കെ എങ്ങോട്ടാണ് വിട്ട് ഇടത്തോട്ടാണ് വിട്ടു. അപ്പം തന്നെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമത്രേ ധൃതരാഷ്ട്രം, എന്താ അങ്ങനെ ഇടത്തോട്ട് വിട്ടത് പറയില്ല. അത് കഴിഞ്ഞ് ഓരോരോ ഉരുളി അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഭീമസേന അവിടെ ഇരുന്ന് പറയും, അതെ വല്യച്ഛൻ്റെ മൂത്തപുത്രനായിരിക്കുന്ന ദുര്യോധനല്ലേ, ആ ദുര്യോധന ഒരു പിണ്ടം വെക്കണമെന്ന് പണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, ഇതുവരെ തരായില്ല. അത് ആ ദുര്യോധനന്റെ അച്ഛനായിരിക്കുന്ന ധൃതരാഷ്ട്ര വായക്കിൻ്റെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഓരോരോ ഉരുളി ഇങ്ങനെ കൊടുക്കാത്രേ. ഭീമാപവർജിതം പിണ്ടം ആദത്തെ ഗൃഹപാൽ, ഒരു ഗൃഹപാലിനെ പോലെ 4 കാലും പാലുള്ള സാധനത്തിനെ പോലെ ഇവിടെ അങ്ങനെ ജീവിക്കാൻ നാണല്ലോ ജ്യേഷ്ഠാദർ കേട്ടപ്പോൾ അവിടെ എന്താ ധൃതരാഷ്ട്രൻ എന്തിനു പറയണു? അങ്ങനെ ഗാന്ധാരിയും കൂടി പുറത്തേക്ക് ഇറങ്ങി, കുന്തിദേവിയും പുറത്തേക്ക് ഇറങ്ങി, അങ്ങനെ മഹാപ്രസ്ഥാന യാത്ര നടത്തി. പാണ്ഡവരുടെ അതിഗംഭീരമായിരിക്കുന്ന രാജ്യഭാരം, ശ്രീകൃഷ്ണ ഭഗവാന്റെ നേതൃത്വത്തിലുള്ള രാജ്യഭാരം അനവധി കാലമായിട്ട് ദ്വാരകയിലേക്ക് പോയ അർജുനൻ തിരിച്ചു വരാത്തത് കാണുമ്പോൾ ചോദിച്ചു, എന്താ അർജുനൻ വരാത്തത്? അപ്പോഴാണ് അർജുനൻ കയറി വരുന്നത്. അർജുനൻ അവിടെ ഇരുന്ന് പറഞ്ഞു, വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ. കൃഷ്ണനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ, ഭഗവാനാണ് നമ്മളത് അറിഞ്ഞില്ലല്ലോ, തൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെയല്ലേ കൃഷ്ണനെ കണ്ടത്, വേണ്ടതായിരിക്കുന്ന ബഹുമാനം കൊടുക്കാൻ നമുക്കിതാ സാധിച്ചില്ലല്ലോ. ജല യഥാ ചന്ദ്രമസേ ജല പറയല്ലേ, ആകാശത്തുള്ള ചന്ദ്രൻ ചിലപ്പോൾ വെള്ളത്തിലെ പ്രതിബിംബമായിട്ട് നിൽക്കുമ്പോൾ ചില ജലജീവികളൊക്കെ വിചാരിക്കും ഇത് ഈ വെള്ളത്തിലുള്ള ഏതോ ഒരു ജീവിയാണ് വിചാരിക്കുന്നത്, ചന്ദ്രൻ്റെ പ്രതിബിംബം കണ്ടിട്ട് അല്ലേ. ചില മത്സ്യമൊക്കെ ചന്ദ്രൻ്റെ പ്രതിബിംബം കണ്ടാൽ ചന്ദ്രേട്ടാന്ന് വിളിക്കുകയും ചെയ്യും, അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്നുള്ള രീതിയിലല്ലേ. ഇതേപോലെ ഈ ഭഗവാന്റെ പ്രാധാന്യത്തിനെ നമുക്കിതാ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നത് പൊട്ടിക്കറിയും. പാണ്ഡവരും മഹാപ്രസ്ഥാന യാത്ര നടത്തി. പരീക്ഷിത് മഹാരാജാവിൻ്റെ ഗംഭീരമായിരിക്കുന്ന രാജ്യഭാരം തൻ്റെ കാരണവന്മാരായിരിക്കുന്ന പാണ്ഡവര് ഭഗവാനോട് കൂടി ചെയ്തതായിരിക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് അവസാനം പരീക്ഷത്ത് കാട്ടിലെത്തിച്ചേർന്നു. അവിടെ ഇരുന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ശമീക മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ശമീക മഹർഷി തുരീയാവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു അത്രേ. മഹാരാജാവ് വന്നതുപോലും അറിഞ്ഞില്ല. കഴുത്തിലേക്ക് ഒരു പാമ്പിൻ്റെ ശവശരീരം എടുത്തിട്ടു. ഇത് 7ാമത്തെ ദിവസം തക്ഷകൻ എന്ന പേരായിരിക്കുന്ന സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കും എന്ന് ശൃംഗിയുടെ ശാപം. മഹാരാജാവ് വേഗം ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേരുന്നു. ഗായത വിഷ്ണുഗാഥ, ഭഗവാന്റെ കഥ പറഞ്ഞു തരൂ, കഥ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പരീക്ഷത്തിന്റെ മുന്നിലേക്ക് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്ര, വേദവ്യാസ മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ശ്രീശോബ്രഹ്മർഷി എത്തിച്ചേരുന്നു. ആ ശ്രീശോബ്രഹ്മർഷിയോട് ചോദിച്ചു, മരണം അടുത്തതായിരിക്കുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഇത് അങ്ങക്ക് മാത്രമല്ല അതിൻ്റെ ഉത്തരം അറിയേണ്ടത്, എല്ലാവർക്കും ഉള്ളതാണ് മരണം. അപ്പോൾ മരണം അടുത്തതായിരിക്കുന്ന ഒരാൾ എന്ത് വേണം? സാക്ഷാൽ ഭഗവാനെ ഉപാസിക്കുന്നു, ഈശ്വരൻ്റെ നാമം ജപിക്കുകയാണ് വേണ്ടത്, ഭഗവാനെ മാത്രം ചിന്തിക്കുകയാണ് മരണമില്ലാത്തതായിട്ട് ആരാളുള്ളത്? എല്ലാവർക്കും ഈ ലോകത്ത് മരണമുണ്ട്. അപ്പോൾ ഭഗവാനെ ഉപാസിക്കൂ, ലോകം മുഴുവനും ഈശ്വരനായിട്ട് കാണാൻ സാധിക്കണം.
നല്ല വാക്ക് നാവിലൂടെ വരാൻ വേണ്ടി ഇഷ്ടദേവതമാരെ പൂജിക്കാനായിട്ട് ഇതാ സാധിക്കണം. ബ്രഹ്മാവിലൂടെ ഈ ലോകത്ത് നടന്നതായിരിക്കുന്ന സൃഷ്ടിയെ പറ്റിയിട്ട് ഇതാ വർണ്ണിച്ചു. സൃഷ്ടി ചെയ്തതിന് മുന്നേ ഭാഗവതം നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അതാണ് ചതുശ്ലോകി ഭാഗവതം. അഹമേവാസമേവാഗ്രേ നാന്യദ്യൽ സദസിൽ പരം. ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ ലോകത്ത്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ അതൊക്കെ ഇല്ലാതാവുന്നതാണ് അല്ലേ. ഇല്ലാതാവുന്നതിലേക്ക് മനസ്സ് വെച്ചിട്ട് എന്താ കാര്യം? ഉള്ളതിലേക്ക് വേണം മനസ്സ് ഇതാ വയ്ക്കുക. അങ്ങനെ ആ ഈശ്വരനെ പറ്റി പറയുന്നതായ ചതുശ്ലോകി ഭാഗവതം 10 ലക്ഷണമാണ് ഭാഗവതത്തിന് ഇതാ വർണ്ണിച്ചു. അതിലുള്ള ലക്ഷണങ്ങളെയാണ് നമ്മൾ വർണ്ണിച്ചു വരുന്നത്. അതിൽ 2 സംവാദങ്ങൾ. അതാണ് വിതുര മൈത്രേയ സംവാദവും വിതുര ഉദ്ധവ സംവാദവും. ആ സംവാദം വർണ്ണിച്ചു വരുന്ന സമയത്താണ് നമുക്കിതാ ഇവിടെ വരാഹാവതാരമൊക്കെ കേൾക്കാനായിട്ട് ഇതാ സാധിച്ചത്. സാക്ഷാൽ ഭഗവാൻ വരാഹ സ്വരൂപിയായിട്ട് കാരണജലത്തിലേക്ക് ഇതാ ഇറങ്ങിപ്പോയി നമ്മളിപ്പോൾ താമസിക്കുന്നതായ ഈ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നതായ ഭൂവരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ വീട് നമസ്കരിച്ച് നമുക്ക് ഇന്നത്തെ ആ ഭാഗങ്ങളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ ഇതാ സമർപ്പിക്കാം. ദീപാരാധനയോട് കൂടിയിട്ടതാ ഇന്ന് സമർപ്പിക്കാം. വരാഹം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നർത്ഥം അല്ലേ. വരാഹം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിരിക്കുന്ന ദിവസം. ഇങ്ങനൊരു അർത്ഥം വേണമെന്ന് വെച്ചാൽ നമുക്ക് കൽപ്പിക്കാം അല്ലേ. എപ്പോഴാണ് ഒരു ദിവസം ശ്രേഷ്ഠമായിട്ട് തീരുക? എപ്പോഴാണ് ശ്രേഷ്ഠമായിട്ട് തീരുക? ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് ആലോചിച്ചാൽ മതി. ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടായത് അല്ലേ. ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. സാധാരണ എന്നാ എഴുന്നേൽക്കുക പറയാൻ പറ്റില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് കഴിയുന്നത് നേരത്തെ എഴുന്നേറ്റു, കുളിച്ചു. ആദ്യം തന്നെ എൻ്റെ ഭഗവാനെയാണ് എത്ര നേരത്തെയാണ് കുളിച്ചത് അല്ലേ. കുളിയൊക്കെ കഴിഞ്ഞാൽ നല്ല വസ്ത്രമൊക്കെ ഇതാ എടുത്തുകൊടുത്ത് അമ്പലത്തിലേക്ക് ഇതാ എത്തിച്ചേർന്നു. അവിടെ എത്തിയ സമയത്ത് കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന സമയത്ത് നാളികേരം കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. എന്നാലും വരുമ്പോൾ നാളികേരമൊക്കെ എടുത്ത് അതുമായിട്ടാണ് വന്നത് അല്ലേ. നാളികേരമൊക്കെ കയ്യിൽ പിടിച്ച് ഇവിടെ അതാ രാവിലത്തെ പ്രദക്ഷിണം. ആ പ്രദക്ഷിണത്തിൽ നെയ്വിളക്കൊക്കെ ഇതാ എടുത്തു. ഭഗവാന്റെ തിരുനാമൊക്കെ ജപിച്ച് നെയ്വിളക്കൊക്കെ ഇതാ സമർപ്പിച്ചു. ഭഗവാനെ വീണ് നമസ്കരിച്ചു. മുന്നിൽ അങ്ങനെ ഇരുന്ന വിഷ്ണു സഹസ്രനാമം ഇതാ ജപിച്ചു. കയ്യിലേക്ക് പൂക്കളൊക്കെ എടുത്ത് പ്രാർത്ഥനാ ശ്ലോകങ്ങളൊക്കെ ഇതാ ജപിച്ച് ഭഗവാന്റെ പാദങ്ങളിലേക്ക് പൂക്കളിതാ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ ഭാഗവതത്തിലെ ശ്ലോകങ്ങളൊക്കെ ഇതാ കേൾക്കാനായിട്ട് ഇതാ സാധിച്ചു. ഓരോരോ അവതാര കഥകൾ. ഇത് കൂടുതൽ നേരം എവിടെയാണ് നമ്മൾ ഇരുന്നത് ആലോചിച്ച് നോക്കൂ. എവിടെയായിരുന്നത്? ഭഗവാന്റെ അടുത്താണ് ഇരുന്നത് അല്ലേ. കണ്ണ് തുറന്നപ്പോൾ ആരെയാ കണ്ടത്? ഭഗവാനെ കാണാനായിട്ട് ഇതാ സാധിച്ചു. സാധാരണ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഓരോന്നൊക്കെ കാണണം അല്ലേ. ഇന്ന് അങ്ങനെ ഒന്നും കണ്ടില്ല കേട്ടോ അല്ലേ. കാതുക തുറന്ന സമയത്ത് ഭാഗവതാണ് കേൾക്കാനായിട്ട് ഇതാ സാധിച്ചത്. ഇങ്ങനെ കഴിച്ചതും ഭഗവാന് നിവേദിച്ചത് മാത്രം. ഇതിനാണ് ശ്രേഷ്ഠമായിരിക്കുന്ന ദിവസം എന്നതാ പറയുക. ഇങ്ങനെ എല്ലാ ദിവസവും ശ്രേഷ്ഠമായിട്ട് തീരാൻ നമുക്ക് ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കാം. ദീപാരാധനയോടുകൂടി തൽക്കാലത സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നാമം ജപിക്കും. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പറഞ്ഞിരുന്ന മന്ത്രം എല്ലാവർക്കും ജപിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം. എല്ലാവരും ഒക്കെ പറയും. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശ. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. രാവിലെ 6:15 നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഒരു വരിയായിട്ട് മാത്രം വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച പൂക്കൾ പ്രസാദമായിട്ട് സ്വീകരിക്കുക. അതേപോലെ വിദ്യാഗോപാല അർച്ചനയ്ക്ക് കൊടുത്തവർക്ക്
പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദവും സ്വീകരിക്കാം.